കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിനെ കുറിച്ചാണ്. पिछले पूरा सप्ताह हम यीशु मसीह के दोबारा आगमन के बारे में हम सीख रहे थे. സാധാരണ സഭകളിൽ ഇപ്പോഴത് പഠിപ്പിക്കാറില്ല. और साधारण कलीसिया में इन विषय को नहीं बोलते हैं. കഴിഞ്ഞ 6 ദിനരാത്രങ്ങൾ കർത്താവ് യേശുക്രിസ്തു രണ്ടാമത്തെ വരവിനെ കുറിച്ച് പഠിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ ദൈവം കൃപ തന്നു. लेकिन पिछले 6 दिन सुबह शाम परमेश्वर यीशु मसीह के दोबारा आगमन के बारे में पढ़ने के लिए और सीखने के लिए परमेश्वर ने हम सभी को मौका दिया. എല്ലാം ഒന്നും വിവരിക്കാൻ പറ്റത്തില്ല. और वो सारा चीज का विवरण हम अभी नहीं कर सकते हैं. നമുക്ക് ദൈവം വലിയൊരു ഫ്യൂച്ചറാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. हमारे लिए बहुत अच्छा एक भविष्य परमेश्वर ने रखा है. മറ്റൊരു മതത്തിലും ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഇല്ല. और दूसरे धर्म में या ग्रंथों में इस प्रकार का एक भविष्य नहीं रखा गया है. ദൈവസഭയ്ക്കാണ് ഇത്ര മനോഹരമായ ഒരു ഫ്യൂച്ചർ ദൈവം ഒരുക്കി लेकिन വെച്ചിരിക്കുന്നത്. परमेश्वर के सभा के लिए ही इतना एक उत्तम भविष्य को परमेश्वर ने रखा है. നല്ലൊരു ഭാവി ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. आमीन. आपका एक अच्छा भविष्य है वो हम बोलना चाहते ഈ हैं. ലോകത്തിൽ നിങ്ങൾ ഒടുങ്ങി പോകുന്നവരല്ല നിങ്ങൾ. आमीन. इस दुनिया में मिटने वाले लोग नहीं हैं आप लोग. നല്ലൊരു ഫ്യൂച്ചർ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. आप लोग के लिए एक अच्छा भविष्य को परमेश्वर ने रखा है. ഈ ഭൂമിയിൽ ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു ഫ്യൂച്ചർ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. इस दुनिया में मिलने वाले हर चीज से भी बढ़कर एक श्रेष्ठ भविष्य परमेश्वर ने आपके लिए रखा है. ഹല്ലേലൂയ. हालेलुया. ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഒരു മതസ്ഥാപകനും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു വീണ്ടും വന്ന് ചേർക്കാമെന്ന് വേറൊരു മതസ്ഥാപകനും പറഞ്ഞിട്ടില്ല. आमीन. किसी भी जो धर्म निर्माण करने वाला व्यक्ति कभी ऐसा नहीं कहा कि तुम्हारे लिए एक अच्छा स्थान मैं तैयार करने जा रहा हूं. ऐसा किसी ने नहीं कहा है. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. लेकिन हमारा यीशु मसीह ने कहा യോഹന്നാന്റെ है. സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യം. यूहन्ना उसका 14 अध्याय उसका 1 और 2 वचन. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. मैं तुम्हारे लिए एक स्थान तैयार करने जा रहा ഞാൻ हूं. ഒരുക്കിയാൽ വീണ്ടും വന്ന് ഞാൻ പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. और वो जगह तैयार होने के बाद मैं वापस आऊंगा और मैं जहां हूं वहां पर मैं तुम्हें लेकर जाऊंगा. യേശു പറഞ്ഞ കാര്യമാണ് ഞാൻ പിന്നെയും വരുമെന്ന്. यीशु ने ही कहा है ये कि मैं वापस आने जा रहा हूं. ആമേൻ. യുഗങ്ങളുടെ പാറയായവൻ പറഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും വരുമെന്ന് आमीन. പറഞ്ഞിരിക്കുന്നു. युगों का जो चट्टान है वो कहता है कि मैं बहुत जल्द आने जा रहा हूं. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഭൂമിയിലുള്ളതിന്റെ താൽക്കാലിക ജീവിതം നമ്മുടെ ജീവിതമേ അല്ല. आमीन. ये दुनिया का जो तात्कालिक जीवन है ये कोई जीवन नहीं है. യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്ക് നിവർത്തിച്ചിട്ടുണ്ട്. अगर यीशु ने कहा है तो वो यीशु उसको पूरा जरूर करता है. ഹല്ലേലൂയ. हालेलुया. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. और ऐसा एक गीत है വായ്ദ പൂരാ करने वाला परमेश्वर. हिंदी में एक गीत है कि वायदाओं को पूरा करने वाला परमेश्वर है. हालेलुया. हालेलुया. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. आमीन. वायदा करने वाला जो परमेश्वर है ना उसे पूरा करने के लिए भी वो विश्वास योग्य परमेश्वर है. നമ്മൾ ചിന്തിക്കുന്ന പോലെ പുതിയ നിയമ ഭക്തന്മാർ മാത്രമല്ല ഈ ദൈവരാജ്യത്തെ കാത്തിരുന്നത്. इसीलिए हम जान पाए कि सिर्फ नए नियम के विश्वासी और भक्त लोग नहीं सिर्फ यीशु मसीह के दोबारा आगमन के लिए इंतजार किया. വാഗ്ദത്ത ദേശത്ത് वायदा के देश में അന്യദേശത്തെന്ന പോലെ आमीन. दूसरे देश के जैसे അബ്രഹാം പിതാവ് കാത്തിരുന്നു നല്ലൊരു ദേശത്തിനായി. अब्राहम पिता ने एक उस देश के लिए वो इंतजार किया. ഹല്ലേലൂയ. बोले हालेलुया. അപ്പോൾ അബ്രഹാം പിതാവ് കാത്തിരുന്ന ഒരു ദേശമാണ് ഈ ദേശം. आमीन. अब्राहम जो पिता है वो उसने इंतजार किया है वही देश है वो देश. ഹല്ലേലൂയ. बोले हालेलुया. അവൻ യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ यूदा की किताब जब हम पढ़ते हैं ആദം മുതൽ 7-ാമനായ ഹാനോക്ക് വരെ പ്രവചിച്ചു പറഞ്ഞു കർത്താവ് മേഘാരൂഢനായി വരും. आमीन. आदम से लेकर हानोक तक अगर 7वां पीढ़ी तक हम पढ़ेंगे वो बोलता है कि परमेश्वर बीच बादल में वो आएगा. ഒന്നാമത്തെ മനുഷ്യന്റെ പ്രവചനം ഇതായിരുന്നു യേശു വീണ്ടും വരും. आमीन. पहला व्यक्ति का भविष्यवाणी ये था कि यीशु वापस आएगा. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. आमीन. जल्द से हम बताएंगे आपको. പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം തങ്ങളുടെ ജീവിതം നിലനിർത്തിയത് രാജ്യം മുൻപിൽ വരാനുണ്ട്. ആ രാജ്യത്തിന്റെ ആകാംക്ഷ ഈ ഭൂമിയിലുള്ള യാതൊന്നും തനിക്ക് തൃപ്തിപ്പെടുത്താതിരുന്നപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തിയത് ആ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. आमीन. സ്വർഗീയ കാഴ്ചപ്പാടാണ്. पुराने नियम के भक्त लोगों का एक आशा था कि आने वाला एक नए देश के बारे में. और हम नए नियम में उसको पढ़ते हैं कि यरूशलेम है वो देश जिसके लिए उन लोग इंतजार कर रहे थे. സിംഹങ്ങളുടെ കുഴിയിൽ വീണപ്പോഴും जब वो शेर के कुंड में जब गिर गया तब भी അഗ്നിയുടെ നടുവിൽ വീണപ്പോഴും आग के उस कुंड में जब डाल दिया उस समय भी അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് ഞങ്ങൾക്ക് വേറൊരു ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. उनको इस बात की अपेक्षा था कि इस दुनिया का जीवन ये तात्कालिक जीवन है लेकिन मेरे लिए एक नया एक दुनिया आने जा रहा है. ഈ ലോകത്തിൽ മാത്രമാണ് നമ്മുടെ ടെമ്പററി സെറ്റിൽമെന്റ് എങ്കിൽ നമുക്ക് വലിയ ഒരു 50, 60, 70 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ടയർഡായി പോകും. इस दुनिया के इस तात्कालिक जीवन में जब हमें 60, 70, 80 साल हो जाते तो हम क्या हो जाते थक जाते हैं. 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സ്
വയസ്സാകുമ്പോൾ ക്ഷീണിച്ചു പോകും. और 50, 60, 70, 80 साल जब आ जाएंगे ना तो हम कमजोर हो पड़ते हैं. കാരണം ഈ ലോകത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതെ വരും. लेकिन हमारे इस दुनिया में क्या होता है कि जो चीज की हम आशा करते थे वो नहीं होता जब हम निराश हो जाते हैं. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് അപ്പുറമായി ഇനിയൊരു ലോകം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിശ്വാസമുള്ളവർ അവർ മരണം വരെയും വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്നവരായിരിക്കും. हमें लेकिन इस दुनिया के बाद भी हमारे लिए एक दूसरा एक दुनिया है. अगर हम भक्ति के साथ एक पवित्रता के साथ जिएंगे तो हम उस देश में जा पाएंगे. അപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ മുഴുവൻ കാത്തിരുന്ന ഒരു ശ്രേഷ്ഠ സമയം വരാൻ സമയമായി. हमें इसीलिए इस पुराने नियम के सारे भक्त लोग इस आशा की बाट जोते थे कि एक श्रेष्ठ समय आने जा रहा है बोलकर. ഒരു മനുഷ്യന് 4 വിധത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാം. एक व्यक्ति का 4 प्रकार की मृत्यु उसके जीवन में संभव होते हैं. ഒന്നാമത്തേത് ആത്മമരണം. पहला है उसकी आत्मा का मृत्यु. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഇപ്രകാരം പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. आमीन. आदम के जो वाटिका में उस समय परमेश्वर ने कहा कि जब तुम इस फल को खाओगे उसी समय तुम मर जाओगे. ആക്ച്വലി ദൈവത്തിന് മുൻപാകെ അന്ന് ആദം മരിച്ചു. आमीन. क्योंकि परमेश्वर के आगे आदम वहां पर मर गया था. രണ്ടാമത്തെ മരണം ശരീരമരണം. दूसरा जो मृत्यु है वो शरीर का मृत्यु है. ആത്മാവിൽ മരിച്ച മനുഷ്യനോട് ദൈവം പറയുന്നു, आत्मा में मरने वाला उस व्यक्ति को यीशु कहता है, നിന്നെ ഞാൻ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നു, ഈ മണ്ണിലേക്ക് തിരികെ ചേരും. അത് ശരീരമരണം. आमीन. तुमको मैंने मिट्टी से उठाया है और मिट्टी में मैं वापस कर दूंगा. वो है आपके शरीर की मृत्यु. മൂന്നാമത്തെ ഒരു മരണമുണ്ട്. तीसरा भी एक मृत्यु है സ്വയം മരിപ്പിക്കൽ. जो स्वयं का मृत्यु है. അതെന്താണ് അതിന്റെ അർത്ഥം? उसका अर्थ क्या है आप जानते हैं? കർത്താവിൽ വന്നു കഴിയുമ്പോൾ जब यीशु आ जाएंगे, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കണം. आमीन. हमारा खुद का जो इच्छा है ना उसको परमेश्वर के हाथ में हमें सौंप देना है. കൊലോസ്യ ലേഖനത്തിൽ പ്രകാരം പറയുന്നു, कोलोसियों की किताब में इस प्रकार कहता ഈ है, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. आमीन. इस दुनिया में आपके जो शारीरिक जो अंग है उसको आप मार दीजिए. ഈ ഭൂമിയിൽ ഒരുപാട് ഇഷ്ടങ്ങളുമായി നമ്മൾ ജീവിക്കുന്നത്. आमीन. इस दुनिया में विभिन्न प्रकार के इच्छा के साथ हम जीते हैं. എന്നാൽ നമ്മൾ ഇഷ്ടങ്ങൾ മരിക്കാതെ കർത്താവിന്റെ ഇഷ്ടം നമ്മളിൽ വെളിപ്പെടുകയില്ല. लेकिन हमारी इच्छा में अगर हम जिएंगे तो परमेश्वर का जो इच्छा है वो हमारे जीवन में काम नहीं कर पाएंगे. പ്രത്യേകിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, आमीन. हम जो प्रभु के काम करने वाले लोग जो है നമ്മൾക്ക് ഒരുപാട് ഇഷ്ടങ്ങളുള്ളവരാണ്. हमारे अंदर बहुत सारी इच्छाएं हैं. എന്നാൽ നമ്മുടെ ഇഷ്ടം പൂർണ്ണമായി മരിച്ചെങ്കിലേ ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറുകയുള്ളൂ. लेकिन हमारे अंदर हमारे खुद का इच्छा जब मर जाएंगे ना तभी हम परमेश्वर की इच्छाओं को पूरा कर पाएंगे. അതാണ് മൂന്നാമത്തെ മരണം. वही है तीसरा मृत्यु. നാലാമത്തെ മരണം രണ്ടാം മരണം അല്ലെങ്കിൽ നിത്യമരണം. चौथा जो मृत्यु है वो अनंत मृत्यु या दूसरा मृत्यु है. എന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റേണൽ ഹെൽ. आमीन. उसका मतलब है कि जो अनंत काल का नरक. യെശയ്യാവ് 33:30 പറയുന്നു, 30-31 പറയുന്നു, പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ईसाया के किताब में उसके 33 में लिखा है कि बहुत अनंत काल से एक दंड का स्थान है അത് बोलकर लिखा है. രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. आमीन. राजा लोग उसमें है. ദൈവത്തിന്റെ ശ്വാസം അതിനെ കത്തിക്കും. परमेश्वर का श्वास उसको जला रही है. വളരെ വ്യക്തമായി യെശയ്യാവിന്റെ പുസ്തകം 30-31 പറയുന്നു. और ये बहुत साफ रीति से ईसाया की किताब उसके 33वां अध्याय में अच्छे से लिखा है. അതിന് ബൈബിളിൽ പറഞ്ഞ മറ്റൊരു പേരാണ് രണ്ടാം മരണം അല്ലെങ്കിൽ നിത്യമരണം. आमीन. बाइबल इसका दूसरा एक नाम देता है. उसका नाम है दूसरा मृत्यु या अनंत काल का मृत्यु. എന്നാൽ വീണ്ടും ജനിച്ചു വരാൻ നമ്മൾക്ക് लेकिन पुनर्जन्म पाने वाले हमारे लिए നമുക്ക് മരണമില്ല. हमें कोई मृत्यु नहीं है. നമുക്ക് നിദ്രയാണുള്ളത്. हमें सिर्फ नींद है. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഉണർന്ന് എഴുന്നേറ്റതുപോലെ, हमें जैसे हम कल सोए आज सुबह हमने जैसे जाग उठे हैं उसी प्रकार ആമേൻ, അതേപോലെ നമ്മൾ ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്നവരെല്ലാം കർത്താവിന്റെ ശബ്ദത്തോടും പ്രധാന ദൂതരകാകൾ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവർ നിദ്ര വിട്ട് എഴുന്നേൽക്കുന്നത് പോലെ വിൺ ശരീരത്തോടു കൂടി അവർ ഉയർത്തെഴുന്നേൽക്കും. आमीन. जो कोई मसीह में मर गए हैं जब प्रधान दूतों के शब्द होंगे, जब तुरही फूका जाएगा तो उस समय जो मसीह में मर चुके हैं उन लोग जी उठेंगे. യോബിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നു, आयोब की किताब में इस प्रकार कहते हैं, ദൈവം മനുഷ്യനെ നിർമ്മിച്ചു, परमेश्वर ने मनुष्य को बनाया. നിത്യതയും അവന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു. आमीन. अनंत जो जीवन है ना, अनंत जो युग है उसको उसके अंदर डाला है. You are not temporary. आप कोई तात्कालिक व्यक्ति नहीं है, मनुष्य नहीं है. You are permanent. आमीन. आप चिरस्थाई वाला व्यक्ति है. Hallelujah. हालेलुया. നിങ്ങളുടെ ഉള്ളിൽ നിത്യതയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ आपके अंदर अनंत काल का मतलब अनंत जीवन है. Hallelujah. हालेलुया. ഈ ലോകത്തിലെ കഷ്ടങ്ങളെ സഹിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നിങ്ങൾ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ട്. നിത്യത നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. എറ്റേണിറ്റി ഈസ് ഇൻ യു.
हमें इस दुनिया में इतने कष्ट परेशानी तकलीफ होते हुए भी आप लोग आराधना कर रहे हैं, प्रार्थना कर रहे हैं, वचन पढ़ रहे हैं, कलीसिया आ रहे हैं, ये सारा चीज क्यों आप कर रहे हैं? क्योंकि आपके अंदर परमेश्वर ने अनंत जीवन को परमेश्वर ने पहले से ही रखा है, ഈ इसीलिए ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ശരീരം ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ हमें इस दुनिया में अगर हमारा जीवन नष्ट हो गया है तो ഒന്നാമത്തെ भी നമ്മുടെ ശരീരം എത്തുന്നത് ശവകുടീരത്തിലായിരിക്കും. हमें पहला क्या होगा कि हमारा जो शरीर है वो कब्रिस्तान में चले जाएंगे. ഒന്നാമത്തെ സ്ഥലം ഖബർസ്ഥാനിലാണ്, ശവകുടീരത്തിലാണ്. पहला जो स्थान है मरने के बाद वो है कब्रिस्तान. അവിടെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്ന സ്ഥലം അവിടെയാണ്. और वो स्थान ऐसा स्थान है जहाँ पर सारे रिश्ते वहाँ पर ही अंत होते हैं, टूटते എന്നാൽ हैं. ഒറിജിനൽ ക്രിസ്ത്യാനിക്ക് അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. हमें लेकिन मसीह लोगों के लिए हमारा जीवन वही से ही शुरू होते हैं. ഹല്ലേലൂയ. बोले हालेलुया. ഇവിടെയുള്ള ബന്ധങ്ങളൊക്കെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസമൊക്കെ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ വല്ലപ്പോഴും ഒക്കെ പോയി കാണുന്നവരുണ്ട്. आमीन. हमारे जीवन में हमारे आसपास लोग आते हैं, सालों में आते हैं या कभी कभी आते होंगे लोग. എന്നാൽ ശവകുടീരം കൊണ്ട് ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം അവസാനിക്കും. लेकिन उस कब्रिस्तान में इस दुनिया के सारे रिश्तों का अंत हो जाते हैं. രണ്ടാമത്തെ മരണശേഷം മനുഷ്യൻ പോകാനുള്ള സ്ഥലം ഒന്നാം പാതാളം അല്ലെങ്കിൽ പർദീസ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന് പറയും. हमें दूसरा जो जगह जब लोग मर जाते हैं वो है जो परदेसी कहते हैं, या तो उसको कहते हैं कि आदम का गोद बताया जाता है. ഹല്ലേലൂയ. बोले हालेलुया. അവിടെയാണ് ദൈവം ഒരു വലിയ ഡിവിഷൻ വെച്ചിരിക്കുന്നത്. वहां पर ही परमेश्वर ने एक बहुत बड़ा अंतर परमेश्वर बनाया है. നീതിമാനായ മനുഷ്യനും അനീതി കെട്ടവരെയും ഒരേ സ്ഥലത്ത് ദൈവം കൊണ്ടുപോകും. പക്ഷെ അവിടെ വലിയൊരു പിളർപ്പ് ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. हमें धार्मिक लोग और अधर्मी लोगों को परमेश्वर एक जगह लेकर जाएंगे, लेकिन उस दोनों को अलग करने के लिए एक अंतर उस बीच में है. അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നത്. और वहां पर ही परमेश्वर के काम वहां पर संभव होते हैं. രണ്ടാം പാതാളമുണ്ട്, അത് അന്ധതമസ് എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ദൂതന്മാരെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ അന്ധതമസ്. आमीन. ये വീണുപോയ ദൂതന്മാരെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. आमीन. ये एक दूसरा जो जगह है, तीसरा जो जगह है वो है जो कुंड है जहां पर स्वर्गदूतों को वहां पर रखा गया है. മൂന്നാമത്തെ പാതാളം എന്ന് പറയുന്നത് യാതനാസ്ഥലം, പീഡ കൊടുക്കുന്ന സ്ഥലമാണ്. അതിപ്പോഴും ലൈവാണ്, ഇപ്പോഴും പലരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. आमीन. तीसरा जो जगह परमेश्वर ने रखा है वो है पीड़ा देने वाला या पीड़ा का स्थान बताया जाता है. ഞാനിതെല്ലാം പറയാനുള്ള കാരണം നരകം എന്നുള്ളത് യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കണം. हम क्यों ये सारी चीज आपको बोल रहे हैं? इस बात के लिए कि नरक जो जगह है वो सच है और ऐसा एक जगह है. ഇസ്രായേൽ ദേശത്തിന്റെ ഒരു സൈഡിൽ ഹിന്നോൻ താഴ്വര എന്നൊരു താഴ്വരയുണ്ട്. आमीन. इस्राएल देश में एक ऐसा तराई है जिसका नाम हिन्नोन तराई ऐसा बोला जाता है. എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തെ വേസ്റ്റ് എല്ലാം കൊണ്ട് കത്തിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം. क्यों हम ऐसे बोलते हैं? क्योंकि इस्राएल देश के जो भी गंदगी है ना, सारी गंदगी को उस तराई में डाला जाता है. അവിടെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കും. और उस कुंड में हमेशा आग जलते ही ആ रहते हैं. സ്ഥലത്തെ കർത്താവ് കണ്ടിട്ടാണ് പറഞ്ഞത് നരകത്തിന് സമാനമായ ദൈവം ഗിഹോനെ എന്നുള്ള പേരിൽ നരകത്തെ വിളിക്കുന്നത്. आमीन. और उसी जगह को देखकर ईश्वर ने कहा कि ऐसा एक जगह है, उसको नरक के साथ समानता करके बोला. बिन्नो ने बोलकर उसे बताया कि वहां पर भी नरक के जैसा आग जलती ही रहती വളരെ है. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. और जल्दी से हम आपको बता के നമ്മൾ जाएंगे. നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. आमीन. നമ്മൾ നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. आमीन. हम अनंत काल के लिए हम बुलाए गए हैं. ഇവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. यहाँ पर हमारा जीवन अंत नहीं होता है. നമ്മുടെ ഉള്ളിൽ ഒരു നിത്യതയുണ്ട്. हमारे अंदर एक अनंत जीवन है. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? आप में പ്രൈസ് से ദി कितने ലോർഡ്. लोग विश्वास करते हैं कि ഹല്ലേലൂയ. हाँ, ഇതിനെക്കുറിച്ചൊക്കെ हालेलुया. വളരെ വിവരിച്ച് ക്ലാസ് ദൈവകൃപയിൽ എടുക്കാൻ കർത്താവ് അവസരമൊരുക്കി. आमीन. परमेश्वर ने इसके गहराई का क्लास हमें लेने के लिए परमेश्वर ने हमें मदद किया है. കടന്നു വരാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. इसलिए जो कोई आप लोग में से नहीं आए हैं, आपको सिर्फ हम जानकारी ही दे रहे हैं. മരണശേഷം എന്ത് സംഭവിക്കും? मृत्यु के बाद क्या होगा? ആമേൻ. ഈ യോബിന്റെ പുസ്തകം 14 അധ്യായം 10 വാക്യത്തിൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ പോകും? आमीन. अय्यूब की किताब उसका 14 अध्याय में लिखा है कि जब मनुष्य अपने प्राण को छोड़ेगा वो कहाँ जाएगा? രണ്ട് സ്ഥലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. दो स्थान को परमेश्वर ने तैयार करके रखा है. അതിനെക്കുറിച്ച് നമ്മൾ അല്പം ധ്യാനിക്കാൻ പോവുകയാണ്. उसके बारे में हम थोड़ा ध्यान करेंगे. ലോകാവസാനം എന്ന് പറയുമ്പോൾ ये दुनिया का अंत के बारे में जब हम बोलते हैं, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ ഭൂമിയുടെ സർവനാശമാണെന്ന് ചിന്തിക്കരുത്. आप ऐसा मत सोचिए कि इस दुनिया का अंत हो जाएगा ഈ बोलकर. ഭൂമിയുടെ സർവനാശം ഉണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. आमीन. इस दुनिया का भी अंत होने का एक दिन है. അത് സമാപന സമയത്താണ്. आमीन. उसका वो जो अंत होगा एकदम अंतिम समय में उसका अंत होगा. എന്നാൽ ഇമ്മീഡിയറ്റ് ദൈവസഭയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ദൈവജനം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. लेकिन बहुत तुरंत जो होने वाला है परमेश्वर के सभा के लिए, इस पृथ्वी के लिए, उसके बारे में हम आपको बोलते हैं. 1 പത്രോസ് ലേഖനം 3 അധ്യായം 10 വാക്യം. पहला पत्रोस उसका 3 अध्याय उसका 19वां वचन को हम निकालेंगे. 1 പത്രോസ് ലേഖനം അതിന്റെ 3 അധ്യായം 10 വാക്യം. आमीन. पहला पत्रोस उसका 3 अध्याय को हम निकालेंगे. ആ ആ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു ഇൻഫർമേഷൻ കർത്താവ് തന്നിരിക്കുകയാണ്. ദോഷം ചെയ്യാതെ മോനെ ആ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്ത് ദോഷം ചെയ്തതിൻ്റെ നാവിനെയും വ്യാജം പറഞ്ഞതിൻ്റെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുന്നവൻ, നല്ല സമയം കാണുവാൻ ആഗ്രഹിക്കുന്നവൻ. आमीन. पहला पत्रोस उसका 3:10 में लिखा है, क्योंकि जो कोई जीवन की इच्छा रखता है और अच्छे दिन देखना चाहता है वो अपनी जीभ को बुराई से बचाए. मतलब जो कोई अपने अच्छे दिन को देखना चाहता है उसे क्या करना यहाँ पर लिखा हुआ है. ഹല്ലേലൂയ. हालेलुया. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് यीशु मसीह के दोबारा आगमन के बारे में ഒരുപാട് ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. बहुत सारे मतलब प्रकार के अभिप्राय है. എന്നാൽ ദൈവസഭ കൂടുതലായി വിശ്വസിക്കുന്ന ആ അഭിപ്രായത്തിലേക്കാണ് ഇന്ന് പകൽ നമ്മൾ കടന്നു വരുന്നത്. लेकिन परमेश्वर की सभा जिस अभिप्राय को जानते हैं और सहमत है उसके बारे में हम आते हैं. എബ്രായ ലേഖനം इब्रानी की किताब അതിന്റെ 9-ാം അധ്യായം उसका 19वां अध्याय 26, 27, 28 വാക്യം. 26, 27, 28 हम पढ़ेंगे वहां पर लिखा है, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തി ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ന്യായവിധി ഉണ്ടാകും. आमीन. अगर इब्रानी उसका 9 का उसका 26 को अगर हम पढ़ेंगे वहाँ पर इस प्रकार लिखा है, नहीं तो जगत की उत्पत्ति से लेकर उसको बार बार दुख उठाना पड़ता, पर अब युग के अंत में वो एक बार प्रकट हुआ ताकि यहाँ अपने ही बलिदान के द्वारा पाप को दूर कर दे. ആമേൻ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. वैसे ही यीशु भी बहुतों के पापों को उठा लेने के लिए एक बार बलिदान हुआ. നിങ്ങളുടെ കരങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വാക്യം വായിക്കുമ്പോൾ അത് എടുത്ത് വായിക്കാൻ ഒരു മനസ്സ് നിങ്ങൾ ദയവ് ചെയ്ത് കാണിക്കണം. अगर आपके हाथ में बाइबल है तो जरूर आप अपने बाइबल को हाथों में उठाकर आप इस वचन को अच्छे से पढ़िए. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. और जो लोग उसकी बाट जोते हैं उनके उद्धार के लिए दूसरी बार बिना पाप के दिखाई दिएगा. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് will be a secret coming. यीशु मसीह का पहला जो आगमन वो रहस्यमय आना होगा. ഈ ഭൂമിയിലെ ആരും അറിയണമെന്നില്ല. इस दुनिया के किसी को भी जानने की जरूरत नहीं होगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഈ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? क्या आप लोग ध्यान दे रहे हैं, सुन पा रहे हैं, विश्वास कर पा रहे हैं, അത് ഇതുവഴി അങ്ങ് പോവുകയാണോ? या सिर्फ आपके ऊपर से चला जा रहा है, അല്ലെങ്കിൽ ഇവിടെ ഒരു തട വെക്കണം, പോകരുത്. या कुछ आप पीछे रखे ताकि जो आप सुन रहे हैं वो आपके पीछे से नहीं जाएंगे बोलकर. യേശു വരുന്നത് എല്ലാവരും അറിയത്തില്ല. आमीन. यीशु जब आएगा किसी को पता नहीं चलेगा. യേശുവിന്റെ വരവ് കള്ളനെ പോലെ ആയിരിക്കും വരുന്നത്. यीशु का आना एक चोर का आने का समान होगा. എല്ലാവരും അറിഞ്ഞിട്ട് വരുന്ന വരവുണ്ട്, അത് മൂന്നാം, അത് വീണ്ടും രണ്ടാമത്തെ ഒരു വരവിന് അതേ കുറിച്ച് പറയാം. आमीन. सबको बोलकर आने वाला वो भी समय है, वो भी हम वचन से हम देखेंगे. നിങ്ങൾ ചിന്തിക്കണം, യേശുവിന്റെ ഈ വരവ് സീക്രട്ട് ആയിരിക്കും. देखिए आप सोचिए कि ये यीशु का आना जो है ये रहस्यमय आना होगा. ഇത് ആർക്ക് വേണ്ടിയാ കർത്താവ് വരുന്നതെന്ന് അറിയാമോ? ये किसके लिए यीशु आ रहा है क्या आप जानते हैं? നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അതുണ്ട്. जिस वचन में हमने पढ़ा है वहां पर ही लिखा है, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് ഇപ്പോൾ യേശു വരുന്നത്. और जो लोग उसकी बाट जोते हैं उनके उद्धार के लिए यीशु आने जा रहे हैं. Praise the Lord. Praise the Lord. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. आमीन. जो बाट जोते हैं या इंतजार कर रहे हैं उनके उद्धार के लिए यीशु आएंगे. എത്ര പേര് കർത്താവിന്റെ വരവിനെ കാത്തു നിൽക്കുന്നവരുടെ കരമൊന്ന് आप में से കാണട്ടെ. कितने लोग यीशु मसीह के दोबारा आगमन के लिए इंतजार कर रहे हैं? आपके हाथ को हम देखना हम जरूर चाहते हैं. എല്ലാവരും കര ഉയർത്തോണ്ട് ഞാനും കര ഉയർത്തും. എനിക്കറിയാം सब लोग ने हाथ उठाया है इसलिए मुझे भी हाथ उठाना है, ऐसा आप सोच रहे होगे ना? അങ്ങനെയല്ല സത്യം. ऐसा नहीं है सत्य. നിങ്ങൾ കർത്താവിന്റെ വരവിനെ ഡ്രാമയായിട്ടൊന്നും എടുക്കരുത്. आप यीशु मसीह का दोबारा आगमन को एक नाटक के समान आप लीजिए मत. വലിയ കർത്താവ് എന്താ പറയുന്നത്, വലിയ ഗാംഭീര്യത്തോടെ അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ കർത്താവ് ഇപ്പോൾ വരുന്നത് കള്ളനെ പോലെ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കർത്താവിന്റെ സ്റ്റേജ് കർത്താവ് വരാൻ പോകുന്നത് കള്ളനെ പോലെയാണ് വരാൻ പോകുന്നത്. देखिए यीशु सबको बोलकर आने वाला एक दिन है, लेकिन इस बार जब यीशु आ रहा है चोर के समान गुप्त रीति से यीशु आने जा रहा है. കള്ളം വരുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടല്ലോ വരുന്നത്. जब चोर आपके घर में आते हैं चोरी के लिए, क्या आपको बोलकर आते हैं या सबको सुनाकर आते हैं क्या? അത് ഞങ്ങളെ പോലുള്ള കള്ളന്മാരാ വരുന്നത്. എന്നാൽ ഒറിജിനൽ കള്ളം വരുമ്പോ അവൻ പറഞ്ഞിട്ട് വരത്തില്ല, അവൻ സീക്രട്ട് ആയിട്ട് വരത്തുള്ളൂ. अगर हम होते तो हम बोलकर आएंगे, लेकिन जो सच्चा जो चोर है वो सच्चा चोर किसी को नहीं बोलता है, वो गुप्त में आते हैं. Praise the Lord. हालेलुया, Hallelujah. हालेलुया.
അവൻ രഹസ്യത്തിൽ വന്ന് സഭയെ അവൻ റാഞ്ചിക്കൊണ്ടുപോകും. आमेन. वो गुप्त में आकर वो सभा को क्या करेंगे, वो उठा लेकर चले जाएंगे. Praise the Lord. हालेलुया. Say hallelujah. बोले हालेलुया. Hallelujah. हालेलुया. ആരെയാ റാഞ്ചിക്കൊണ്ട് പോകുന്നേ? आमेन. किसको वो लेकर जाएंगे? കാത്തു നിൽക്കുന്നവരെ. आमेन. जो इंतजार कर रहे हैं उनको परमेश्वर लेकर जाएंगे. Say praise the Lord. बोले प्रेज द लॉर्ड. Hallelujah. हालेलुया. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ഉണർന്നിരിപ്പിൻ, इसीलिए പ്രാർത്ഥിപ്പിൻ. इसलिए वचन कहता है कि जागते रहो और निरंतर प्रार्थना करते रहो. നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. आप सोइए मत, ഉണർന്നിരിക്കണം. जागते रहना है. Say praise the Lord. बोले प्रेज द लॉर्ड. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത സീക്രട്ടാണ്. आमीन. इसीलिए यीशु मसीह के दोबारा आगमन का विशेषता ये है कि वो रहस्यमय होगा आना. ആരും, ഞാൻ പറയുന്നതിന് വീണ്ടും വീണ്ടും പറയാനുള്ള നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആരും ഈ ലോകത്തിലെ അറിയാൻ പോകുന്നില്ല. आमीन. आप इसे गलत रूप से मत लीजिए, लेकिन यीशु मसीह का जो आना है ना, किसी को भी पता नहीं चलेगा. അന്ന് പത്രമാധ്യമങ്ങൾക്ക് നല്ല വാർത്ത വരും. आमीन. लेकिन आपके जो खबर कागज में इस प्रकार की खबर आ जाएंगे ന്യൂസുകാർക്കെല്ലാം ഭയങ്കര വാർത്തയായിരിക്കും. और खबरों में बहुत एक बड़ी खबर आ जाएंगे उस समय. ബ്ലെസ്സിംഗ് സ്റ്റേജിൽ നിന്ന് 10 പേരെ കാണാനില്ല. ब्लेसिंग से जी चर्च में 10 लोगों को दिखाई नहीं दे रहा है बोलकर. അതൊരു വാട്ട് ബ്രേക്കിംഗ് ന്യൂസ്. ब्रेकिंग न्यूज होगा ये. കുഞ്ഞുങ്ങളെ കാണാനില്ല. बच्चे लोग को दिखाई नहीं दे रहे हैं. ബാംഗ്ലൂരിൽ നിന്ന് 1 ലക്ഷം പേരെ കാണാനില്ല. और बेंगलुरु में 1 लाख लोगों को दिखाई नहीं दे रहे हैं. കാണാനില്ല അത്രേ ഉള്ളൂ. वो दिखाई नहीं दे रहा है, दिखाई नहीं दे रहा है. ആരും ഫൈൻഡ് ഔട്ട് ചെയ്യാനും പോകുന്നില്ല. और कोई भी उसे ढूंढने भी नहीं जाएंगे, കാരണം എവിടെ പോയി കണ്ടുപിടിക്കാനാ? क्योंकि कहाँ जाएंगे उन लोग ढूंढने के लिए. ഡിസപ്പിയർ. आमीन. वो गायब हो गए हैं. Say praise the Lord. बोले प्रेज द लॉर्ड. ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില വാർത്തകൾ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. और हमें विश्वास करने के लिए अभी इस समय ही बहुत सारे ऐसे खबर आ रहे हैं. ചില വർഷം മുമ്പ് ഒരു ഫ്ലൈറ്റ് മിസ്സായി പോയി, ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. कुछ साल पहले एक उड़ान क्या हुआ, वो मतलब मिस हो गया है, लेकिन कौन इसे ढूंढ सकते हैं. അപ്പോൾ അത് ലോകം അങ്ങനെ വിശ്വസിച്ചു. അത് കാണാൻ എവിടെ പോയി, ആര് തിരക്കാനാ? നോബഡി ഫൈൻഡ് യു. और दुनिया ने भी ऐसे विश्वास कर लिया है कि हाँ वो गायब हो गया, कहाँ गया किसी को पता नहीं, वो चला गया, छोड़ दो. അത് നമ്മളെ വീണ്ടും വിശ്വസിപ്പിക്കാനായിട്ട് വീണ്ടും പല വാർത്തകൾ കേരളത്തിലൊക്കെ 1-2 സഹോദരിമാരുടെ തിരോധാനങ്ങളൊക്കെ വലിയ ന്യൂസായിട്ട് കാണാനില്ല. അത്രേ ഉള്ളൂ, കാണാനില്ല. ഇത് കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് തഴപ്പിക്കും. आमीन. ऐसे केरला में एक ऐसे खबर हुआ है और उनको दिखाई नहीं दे रहा है. ऐसे इस प्रकार की खबर बार बार आकर क्या हो जाएगा, हमारे मन में ये एक साधारण एक खबर हो जाएगा. ഒരു സാധാരണ വാർത്തയായിട്ട് നമുക്ക് തോന്നും. ये हमारे लिए एक साधारण खबर बन जाएगा. ഓ, ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം പേരെ കാണാനില്ല. ഓ, സാധാരണ വാർത്തയായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ വേക്കപ്പ്, आमीन. കർത്താവിന്റെ സീക്രട്ട് കമ്മിങ് ആണ്. आमीन. भारत में 5 लाख लोग दिखाई नहीं दे रहा है. ये बाकी लोगों के लिए साधारण होगा, लेकिन हमारे लिए ये साधारण बात नहीं है. इसलिए आप जाग जाइए. Praise the Lord. हालेलुया. Hallelujah. हालेलुया. അതുകൊണ്ടാണ് ഉണർന്നിരിക്കാൻ കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. इसीलिए प्रभु के वचन बोलते हैं कि तुम जागते रहो. Say praise the Lord. बोले प्रेज द लॉर्ड. തനിക്കായി കാത്തു നിൽക്കുന്നവർക്കൊണ്ടാണ് കർത്താവ് വരുന്നത്. आमीन. जो लोग उसकी बाट जोते हैं उनके लिए यीशु आने जा रहा है. കർത്താവ് വരുമ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കുക ഭൂമി വരുമെന്ന് തെറ്റിദ്ധരിക്കരുത്. കർത്താവിന്റെ ആദ്യത്തെ വരവ് ഭൂമിയിലല്ല, കർത്താവ് മധ്യാകാശത്തിലാണ് വരുന്നത്. आमीन. जब यीशु मसीह आएंगे, यीशु मसीह इस पृथ्वी में नहीं आएंगे, लेकिन यीशु मसीह मतलब मध्य आकाश में यीशु मसीह आएंगे. മധ്യാകാശത്തിൽ വന്ന് കാന്തം ആകർഷിക്കുന്നത് പോലെ, ഈ ഇരുമ്പ് പൊടികളെ ആകർഷിച്ചെടുക്കുന്നത് പോലെ സഭയിലെ വിശ്വാസികളെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ, അതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് വേർഡ് പറഞ്ഞത് റാഞ്ചുക എന്നാണ്. മലയാളത്തിൻ്റെ അർത്ഥം റാഞ്ചിക്കൊണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ the eagle come and take the उसको क्या बोलते हैं? the prey. या हालेलुया. यीशु मसीह उस मध्य आकाश में आकर, यीशु मसीह क्या होगा, जैसे एक मैग्नेट, जैसे एक लोहे को खींचता है, उसी प्रकार यीशु मसीह मध्य आकाश में आकर उसके बाट जो जोते हैं, जो उसके लिए इंतजार कर रहे हैं, उन लोगों को यीशु मसीह उठा लेकर जाएगा. एक उकाब के जैसे, जो उकाब अपने शिकार को जैसे वो आकर तेजी से आकर उस शिकार को लेकर जाते हैं, उसी प्रकार यीशु मसीह आकर हमें ले जाएंगे. Say praise the Lord. बोले प्रेज द लॉर्ड. ഇതിന്റെ ടൈം എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കണ്ണിമയ്ക്കുന്നതിന് സമയത്തുള്ളൂ. आमीन. उसका जो समय के बारे में अगर आपको जानना है, वचन अच्छे से कहता है कि आंखों के पलक झपकने के जैसे यीशु मसीह आएंगे. അപ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ
യേശു വരുന്നു, റാഞ്ചിക്കൊണ്ട് പോകുന്നു. ലോകത്തിനോ ലോകശാസ്ത്രങ്ങൾക്കോ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സംഭവം ഈ ഉലകത്തിൽ സംഭവിക്കാൻ പോകുന്നു. आमेन. हमारे पल के जैसे झपकते हैं उस क्षण के अंदर यीशु आएंगे और अपने लोगों को लेकर जाएंगे. इस दुनिया के कोई भी शास्त्र, कोई भी लोग उनको पकड़ नहीं पाएगा या जान नहीं पाएगा कि क्या हुआ है. Say hallelujah. बोले हालेलुया. യേശു വരുന്നത് മധ്യാകാശത്തിലായിരിക്കും. आमेन. यीशु आएंगे जो मध्य आकाश में आएंगे സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. और सभा भूमि से उठाया जाएगा. സഭയെല്ലാം എടുക്കപ്പെടത്തില്ല. आमेन. पूरे सभा उठाया नहीं जाएगा. സഭയിൽ കാത്തിരിക്കുന്നവർ എടുക്കപ്പെടും. आमेन. सभा में यीशु के आगमन के लिए इंतजार करने वाले लोग ही उठाए जाएंगे. Praise the Lord. बोले प्रेज द लॉर्ड. Hallelujah. हालेलुया. അതുകൊണ്ടാണ് നമ്മൾ അസിസ്റ്റന്റ് പാസ്റ്റർമാരൊക്കെ വയ്ക്കുന്നത്. പാസ്റ്റർ സീനിയർ പാസ്റ്റർ പോയി കഴിയുമ്പോൾ അസിസ്റ്റന്റ് പാസ്റ്റർമാർ വേണമെങ്കിൽ ചർച്ച നടത്തിക്കോട്ടെ. इसीलिए चर्च में पास्टर्स लोग क्या करते हैं, असिस्टेंट पास्टर्स को असिस्टेंट करने के लिए लोगों को खड़ा करते हैं, क्योंकि जब पास्टर चले जाएंगे तो असिस्टेंट पास्टर जो है वो रह जाएंगे अगर, तो वो क्या करेंगे, चर्च को, सभा को चलाएंगे. നമ്മുടെ അസിസ്റ്റന്റ് ഇച്ചിരി മെച്ചമാണ്, കാരണം നമ്മളെക്കാൾ മുമ്പേ പോകാൻ നിൽക്കുന്നവരാണ്. लेकिन हमारे जो असिस्टेंट के जो लोग हैं वो और भी मतलब आग में हैं, वो हमसे पहले जाना चाहते हैं. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് സീക്രട്ട് കമ്മിങ് ആണ്. യേശു മധ്യാകാശത്തിലാണ് വരുന്നത്. ആമേൻ. സഭ എടുക്കപ്പെടും. ഭൂമി പരിശുദ്ധാത്മാവിൽ അത് അനാഥമായി തീരും. आमेन. और हम क्या बोलने जा रहे थे कि यीशु मसीह मध्य आकाश में आएंगे, सभा उठाए जाएंगे और हम हालेलुया वहां पर हम चले जाएंगे और पवित्र आत्मा इस दुनिया से चले जाएंगे. ആ കാലമെന്ന് പറയുന്നത് ഭയങ്കര പരാജയത്തിന്റെ കാലമായിരിക്കും ഈ ഭൂമി. आमेन. उस समय के बाद जो समय आएंगे ना, वो समय दुनिया में सबसे कठिनाई का समय होगा. ഒരു കുടുംബത്തിനകത്ത് സമാധാനം പ്രതീക്ഷിക്കണ്ട. उस समय किसी परिवार में समाधान की खोज अब मत कीजिए. ഒരു സഭയ്ക്കകത്ത് സമാധാനം പ്രതീക്ഷിക്കണ്ട. किसी सभा के अंदर भी कोई जो समाधान को भी आप आशा नहीं कर सकते ഒരു हैं. രാജ്യം തമ്മിൽ സമാധാനം പ്രതീക്ഷിക്കണ്ട. एक राज्य दूसरे राज्य के बीच में भी उनका कोई भी समाधान नहीं रहेगा. യേശുവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന 7 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. आमीन. यीशु मसीह आने के बाद का क्या क्या होगा, उसमें 7 चीज होंगे. उस 7 चीजों को हम बोलना चाहते हैं. സഭയ്ക്കകത്ത് കർത്തൃമേശ ഉണ്ടാകില്ല. आमीन. पहला चीज वो होगा कि सभा के अंदर प्रभु भोज नहीं होंगे यीशु मसीह के आने के बाद. രണ്ടാമത് സഭയുടെ ചിട്ടകളൊക്കെ മാറും. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം. ഫ്രീ കോൺഷ്യസ് ഉള്ളൊരു ലൈഫിലേക്ക് ജനങ്ങൾ വരും. ഫ്രീ കോൺഷ്യസ്. आमीन. उस समय ऐसा होगा कि लोग कभी भी आ सकते, कभी भी जा सकते. उनका जो मतलब जो छुटका, उनका जो एक विवेक है वो आजाद विवेक रहेगा. वो कुछ भी कर सकता है. इस प्रकार का एक विवेक उनके अंदर रहेंगे. സഭ എടുക്കട്ടാൽ ഭൂമിയിൽ സമാധാനം കൊടുക്കാൻ വരെ പരിശുദ്ധാത്മാവില്ല. കാരണം സഭയുടെ കൂടെ പരിശുദ്ധാത്മാവ് പോയി. अगर सभा अगर उठाए जाएंगे तो सभा के साथ पवित्र आत्मा भी उठाए जाएंगे, तो उस समय पवित्र आत्मा नहीं रहेगा. ഭയങ്കര ആരാധന നടക്കും. और बहुत आराधना जरूर होंगे यहाँ पर, പക്ഷേ പരിശുദ്ധാത്മാവ് കാണില്ല. लेकिन पवित्र आत्मा को आप नहीं देख सकते यहाँ पर. ആ ആരാധനയിൽ വിടുതൽ കാണില്ല. आमीन. उस आराधना में छुटकारा को भी आप नहीं देख पाएंगे. സ്റ്റേജ് മുഴുവൻ മ്യൂസിഷ്യന്മാർ നിറഞ്ഞു നിൽക്കും. और स्टेज में तो पूरे अच्छे अच्छे कलाकार रहेंगे, വരുന്ന ജനത്തിന്, ഞാൻ സത്യം പറയുകയാണ്, വരുന്ന ജനത്തിന് സമാധാനം കിട്ടില്ല. लेकिन आने वाले लोगों को कोई समाधान नहीं मिलेंगे उस समय. അമേൻ. മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ 1000, 1000, 5000, 10000 വോട്ട്സ് അവർക്ക് തൃപ്തിയാകുന്നില്ല. കാരണം ജനത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി അവർ ലോകപ്രകാരമുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു വെക്കും. പക്ഷേ സഭ എടുക്കപ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടാൽ, ഈ ഭൂമിയിൽ ബാക്കി എന്ത് ചെയ്താലും മനുഷ്യർക്ക് വിടുതലോ ആശ്വാസമോ സമാധാനമോ ദൈവസഭയിൽ നിന്ന് പോലും കിട്ടുകയില്ല. आमीन. जब लोग यहाँ पर आएंगे समाधान और आनंद को पाने के लिए, लेकिन जब सभा उठाए जाएंगे, पवित्र आत्मा उठाए जाएंगे, तो जो भी अगर सभा में होंगे वो कभी लोगों को तृप्ति या आनंद या समाधान नहीं दे पाएंगे. ഭീകരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. और बहुत बड़े बड़े मतलब भूकंप इस दुनिया में होंगे. ഭയങ്കരമായ ഭയം ഈ ഭൂമിയിൽ ഉണ്ടാകും. और भयंकर डर लोगों के अंदर आ जाएंगे. ഒരു മനുഷ്യന് ഫ്രീ ആയ റോഡിൽ ഇറങ്ങാൻ നടക്കാൻ പറ്റാത്ത എല്ലാവരുടെയും കയ്യിൽ ആയുധം കാണും. और लोग मतलब आज़ादी के साथ रास्ते में चल नहीं पाएंगे. सभी के हाथ में कुछ ना कुछ हथियार जरूर होंगे. കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങി വരും. और जंगल के हर एक प्रकार के जो शिकारी जानवर हैं, उन लोग क्या करेंगे, बाहर आ जाएंगे, सड़कों में वो घूमेंगे. Say hallelujah. बोले हालेलुया, Hallelujah. हालेलुया. കർത്താവിനെ ചേർന്ന് സ്തോത്രം ചെയ്യാമോ? मिलकर परमेश्वर को धन्यवाद करें. ഞാൻ പറഞ്ഞു ഊഹാപോഹങ്ങൾ പറയുകയല്ല. हम आपको सिर्फ मतलब ऐसे वैसे नहीं बोल रहे हैं. ഞാൻ റിയാലിറ്റി ഓഫ് ദ വേൾഡ്, ഈ ഭൂമി അനുഭവിക്കാൻ പോകുന്ന റിയാലിറ്റിയെ കുറിച്ച് इस दुनिया में होने वाले जो सच्चाई है, उस सच्चाई को हम आपको बोल रहे हैं. ഒരുപക്ഷെ കർത്താവ് വന്നു,
एक बार आप सोचे कि यीशु आ गया है സഭ എടുക്കപ്പെട്ടു. और सभा चले भी गए हैं, ചില വ്യക്തികളുണ്ട് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് വന്നതേ ഉള്ളൂ, പ്രിപ്പയർ ആകാൻ പറ്റിയില്ല. और कुछ लोग बोलते हैं कि हमने मन फिराया है लेकिन हम अपने आप को तैयार करने का हमें समय नहीं मिला. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. आपको भी एक मौका है. ഈ കർത്താവ് വന്ന് സഭ എടുക്കപ്പെട്ടതിന് ശേഷം और यीशु मसीह आकर सभा को लेकर जाने के बाद ഒരു ദൃഢനിശ്ചയം എടുക്കുക, മരിക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. तब आपको एक दृढ़ निश्चय लेने की जरूरत होगा कि अभी मुझे अगर यीशु के लिए मरना भी पड़ेगा तो मैं मरने के लिए तैयार हूँ. അന്ന് ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായിരിക്കും. और उस समय दुनिया के सारे लोग आपके विरुद्ध आ जाएंगे യു വിൽ ബി കിൽഡ്. और आपको मरना पड़ेगा. കർത്താവിന്റെ വരവിന് ശേഷം ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞ് और यीशु मसीह आने के बाद सभा जब उठाए जाएंगे उसके बाद ഞാൻ പറഞ്ഞു കാത്തു നിൽക്കുന്നവർ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. मैंने कहा कि जो यीशु के लिए इंतजार कर रहे हैं उन्हीं लोग उठाए जाएंगे. വചനം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. और वचन भी ऐसे ही बोलते हैं, सिखाते हैं. എനിക്ക് ഇതിനകത്തൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. और मैं कोई चीज उसमें जोड़ नहीं सकता हूँ. എല്ലാവരും പോകുന്നു ബൈബിൾ പറഞ്ഞിട്ടില്ല. सब लोग जाएंगे ऐसा बाइबल नहीं कहते हैं. തനിക്കായി കാത്തു നിൽക്കുന്നവർ മാത്രമേ പോകത്തുള്ളൂ. I mean, उसके लिए जो इंतजार कर रहे हैं सिर्फ वो ही लोग जाएंगे. അപ്പോൾ ചർച്ചിലെ പ്രിയപ്പെട്ടവർ കുറച്ച് ആൾക്കാർ പകുതി മാനസാന്തരത്തിൽ വന്നവരുണ്ടാകാം. और उस समय कलीसिया में ऐसे भी लोग होंगे कि जो मतलब मन फिराकर आए हुए लोग होंगे. उस समय ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ അവസരം കിട്ടാത്തവരുണ്ടാകാം. उद्धार पाया होगा लेकिन उनको बपतिस्मा पाने के लिए शायद अवसर नहीं मिला होगा. उस समय രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിക്കാൻ അവസരങ്ങൾ ലഭിക്കാത്തവരുണ്ടാകാം. हो सकता है कि ऐसे भी व्यक्ति जो उद्धार पाया है, बपतिस्मा लिया है लेकिन पवित्र आत्मा से भरे हुए नहीं है. वैसे भी അങ്ങനെയുള്ള लोग ചാൻസ് ആണ്. വെളിപ്പാട് പുസ്തകം 20 വായിക്കേണ്ട, വെളിപ്പാട് 20 പറയുന്നു അമ്മ ഒരു വലിയൊരു കൂട്ടം, ആദ്യ തുടക്ക ചുരുക്കമായിരിക്കും, പക്ഷേ ഒരു വലിയൊരു കൂട്ടം തങ്ങൾ മറ്റുള്ളവരാൽ കൊല്ലപ്പെടും കർത്താവിന്റെ നാമത്തിനു വേണ്ടി. आमीन. उस प्रकार के लोगों को एक और मौका मिलेगा. वो अगर आप प्रकाशित वाक्य उसके 20वें अध्याय में अगर आप पढ़ेंगे वहां पर आप देख सकते हैं कि थोड़ा झुंड को देखा, उसके बाद जब अंदर गया तो बहुत सारा झुंड को देखा जो अपने आप को मारने के लिए, अपने आप को हत्या करने के लिए मौका देते हैं. പക്ഷേ അതൊരു ചെറിയ സംഭവമായിട്ട് നിങ്ങൾ കാണരുത്. लेकिन ये एक साधारण या एक छोटी बात है बोलकर आप लोग ध्यान मत दीजिए. ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗ്യമുള്ളവർ, ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗമായവർ ഭാഗ്യമുള്ളവർ എന്ന വചനം പറയും. आमीन. पहले बार जब यीशु आएंगे उस समय उठाए जाने वाले लोग ही सौभाग्यपूर्ण लोग हैं. Say hallelujah. बोले हालेलुया. Praise the Lord. प्रेज द लॉर्ड. ആ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ടോർച്ചറിങ് ടൈമാണ്. ആ ടൈം आमीन. ये जो लोग जब आपको हत्या करेंगे, आपको मारेंगे ना, वो एक बहुत बड़ा एक पीड़ा का समय, एक ताड़ना का समय होगा आपके लिए. Say praise the Lord. बोले प्रेज द लॉर्ड. അപ്പോൾ കർത്താവ് ഒന്ന് സഭ എടുത്തു. इसलिए अब यीशु आ गया, सभा को यीशु मसीह ने लेकर गया है. എന്തിനു വേണ്ടിയാണ് ഈ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് അറിയാമോ? आमीन. क्यों हम परमेश्वर के वचन को पढ़ते हैं, क्या आप जानते हैं? ഒന്ന് തെസ്സലോനിക്ക ലേഖനം पहला थिस्सलुनीका उसका 4-ാം അധ്യായം चौथा अध्याय അതിന്റെ 18-ാമത്തെ വാക്യം. उसका 18वां वचन. ഫസ്റ്റ് തെസ്സലോനിയൻ पहला थिस्सलुनियंस അതിന്റെ 4-ാം അധ്യായം. उसका ഈ വചനങ്ങൾ 16-ഉം 17-ഉം പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. പറഞ്ഞു ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. 16, 17, 18 अगर आप पढ़ेंगे, विशेष करके 18 में अगर आप पढ़ेंगे, सो इन बातों से एक दूसरे को शांति दिया करो, ऐसा कहा है. ഈ ലോകത്തിൽ മറ്റെങ്ങും ആശ്വാസം ലഭിക്കാതിരിക്കുമ്പോൾ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന്. इस दुनिया में जब आपको शांति देने वाला कोई और बातें नहीं है, वचन नहीं है, परमेश्वर का वचन कहता है कि इन बातों के द्वारा आप एक दूसरे को शांति देते रहो. അതിന് തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങൾ എടുക്കാമോ? 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 16-ാമത്തെ വാക്യം. 16वां वचन को अगर हम पढ़ेंगे, കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും, ഗംഭീരനാദം എന്തിനു വേണ്ടിയാ കർത്താവിന്റെ ഗംഭീരനാദം? ഉപവാസ പ്രാർത്ഥനയിടയ്ക്ക് പറയുന്നിടയായി തീർന്നു. ഗംഭീരനാദം മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് കർത്താവിന്റെ ഗംഭീരനാദം. आमीन. क्योंकि प्रभु आप ही स्वर्ग से उतरेगा उस समय ललकार के साथ. ललकार का मतलब क्या है? ललकार मतलब उस आवाज जो मरे हुए लोगों को जिलाता है, वो है ललकार. കർത്താവിന്റെ ശബ്ദം എവിടെ മുടങ്ങലും അവിടെ മരണം മാറിപ്പോകും. जहां पर परमेश्वर का आवाज है, परमेश्वर का शब्द है, वहां पर मृत्यु भाग जाएंगे. ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിൽ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു മരണത്തിന്റെ സ്പിരിറ്റ് ബാധിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ ശബ്ദം കേട്ടാൽ മതി, ആ മരണം അതിന്റെ കെട്ടഴിഞ്ഞ് ദൂരെ മാറിപ്പോകും. इस समय अगर आपके जीवन में किसी भी प्रकार के मृत्यु की आवाज अगर आपके जीवन में अगर यहाँ वहाँ काम कर रहा है, लेकिन वहाँ पर जब यीशु का नाम वहाँ पर आते हैं, हर एक प्रकार के मृत्यु के बंधन और जंजीर वहाँ पर टूट जाते हैं. മരണത്തെ കുറിച്ച് പറഞ്ഞത് മരണപാശങ്ങളാന്ന് വെച്ചാൽ മരണത്തിന്റെ കയറുകൾ. നീ മരിക്കുന്നതിന് മുമ്പേ രോഗമാകുന്ന കയർ കൊണ്ടുവിടുകയോ, നീ മരിക്കുന്ന ദാരിദ്ര്യമാകുന്ന കയർ കൊണ്ടുവിട്ടോ നിന്നെ വരിഞ്ഞാദ്യം മുറുക്കാൻ നോക്കും. എന്നാൽ യേശുവിന്റെ ശബ്ദം
നിൽക്കുമ്പോൾ ഈ വരിഞ്ഞു മുറുക്കിയ പാശങ്ങൾ, മരണപാശങ്ങൾ അഴിഞ്ഞു പോകുവാനിടയായി തീരും. आमीन. ये मृत्यु के बारे में वचन कहता है कि मृत्यु के जंजीर, मृत्यु के जो रस्सियां है, जो लोगों को पकड़ कर रखा है, जकड़ा है, लोगों को बढ़ने नहीं दे रहा है, रोक रखा है, लेकिन उस समय जब यीशु के नाम को वो सुनते हैं तो सारे मृत्यु के जंजीर और सारे रस्सियां वो टूट जाती है. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് എല്ലാവർക്കും മരണവുമായിട്ട് ബന്ധമുണ്ട്. क्या आप जानते हैं आप सभी को मृत्यु के साथ एक रिश्ता है? നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഈ ലോകം നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക. जब आपने जन्म ही लिया इस पृथ्वी में, इस दुनिया के लोग आपको मारने के लिए तैयार में है. ഹല്ലേലൂയ. हालेलुया. ലോകവും അതിന്റെ സിസ്റ്റം മുഴുവൻ നിങ്ങളെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ലോകമല്ലത്. I mean, ये दुनिया और ये दुनिया का जो भी कानून है ना और सिस्टम है, ये हमेशा आपको मारने के लिए, आपको जीने नहीं देने के लिए वो सोच करते रहते हैं. അപരിചിതരായ രണ്ടുപേർ ജനിച്ചപ്പോഴും അങ്ങനെയാ സംഭവിച്ചത്. യേശു ജനിച്ചപ്പോഴും മോശ ജനിച്ചപ്പോഴും അത് തന്നെയാ സംഭവിച്ചത്. ജനനത്തിങ്കിലേ തീർക്കുവാൻ ശ്രമിച്ചു. आमीन. वैसे ही जब यीशु जन्म हुआ, जब मूसा जन्म हुआ, उस जन्म के बाद ही उनको मारने की कोशिश इस दुनिया करने लग गया. ചില ജനനങ്ങളെ തടയുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു. आमीन. आमीन. शुभ आमीन. नाम आमीन. कुछ जन्म को रोकने वाले हर एक दुष्शक्ति को हम यीशु के नाम से डांटते, भाग. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, यीशु के अधिकार के नाम से. ജനനത്തിങ്കൽ സംഭവിച്ചു പോയ മരണത്തിന്റെ പാശങ്ങൾ, ജനനം മുതൽ നിന്നെ മരണം പിന്തുടരുന്നെങ്കിൽ ഇന്ന് പകൽ ആ പാശത്തെ കർത്താവ് അഴിക്കാൻ വിശ്വസ്തനാണ്. आमीन. आपके जन्म से आपको मारने वाले, आपके मृत्यु की खोज में रहने वाले हर एक मृत्यु के जंजीर को हम यीशु के नाम से डांटते हैं और भगाते हैं. അങ്ങനെ ഒരു ദൈവിക അഭിഷേകം ഈ പകൽ ഈ ആലയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ചിലർ ജനനം മുതലേ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ്. ഇന്ന് അവരെ വരിഞ്ഞു മുറുക്കിയതാണ്. ഇന്ന് പകൽ ആ കെട്ട് അഴിക്കാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ മരണം മാറിപ്പോകും. വിശ്വസിക്കുന്നവർ അല്പസമയം പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച്, നീ ജനനം മുതൽ കഷ്ടം അനുഭവിക്കുന്നവനാണെങ്കിൽ, ജനനം മുതൽ നീ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണെങ്കിൽ, ജനനം മുതൽ നീ ആരുമില്ലാത്തവനായി ജീവിക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽ ആ കെട്ടിനെ കർത്താവ് ഇന്ന് പകൽ अगर आप कष्ट को झेल रहे हैं, आपके जन्म से अगर गरीबी को आप झेल रहे हैं, तकलीफ को झेल रहे हैं, हालेलुया, ये सारा चीज इसलिए है क्योंकि मृत्यु की जंजीर आपके आसपास है. लेकिन यीशु के नाम से वो सारे शक्ति को हम डांटते हैं. आज से आप आजाद हो जाते हैं यीशु के नाम से. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ ഉയർച്ച കൊണ്ട് എനിക്ക് വരുന്നില്ല, ഞാൻ അധ്വാനിക്കുന്നു, എനിക്ക് നല്ല ശമ്പളമുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ അർത്ഥം അതാണ്, ജനനം മുതൽ തകർക്കാൻ നോക്കിയ മരണപാശം. പാശം എന്ന് പറഞ്ഞാൽ കയറ്. ആ കയറിട്ട് കെട്ടിയിരിക്കുക. നീ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കും, രണ്ട് സ്റ്റെപ്പ് അത് നിന്നെ പുറകോട്ട് വലിക്കും. आमीन. आप में से शायद बहुत सारे लोग बोलते हैं कि मैं कितना भी कोशिश करूं प्रार्थना करने के लिए, मैं प्रार्थना कर ही नहीं पा रहा हूं, मैं उठने के लिए, बढ़ोतरी पाने के लिए कोशिश कर रहा हूं, लेकिन मैं बढ़ ही नहीं पा रहा हूं, कहीं ना कहीं रुकावट है. आप एक कदम तो रखते हैं, लेकिन आपको 2 कदम ये जो मृत्यु की जंजीर है, ये आपको पीछे की ओर खींच रहा है. ഹല്ലേലൂയ. हालेलुया. ആത്മാവിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ്. എല്ലാവരും ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിക്കുക. इसलिए हम आत्मा में सेवकाई कर रहे हैं और इसलिए आप लोग भी कुछ समय के लिए आत्मा में प्रार्थना करें. ജനനം മുതൽ ഒരുപക്ഷേ നിന്നെ മരണത്തിന്റെ പാശം വിട്ട് നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ആ പാശത്തെ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചുവിടുകയാണ്. आमीन. आमीन. हो सकता है कि आपके जन्म से आपके विरुद्ध में, आपके पीछे ये मृत्यु की जंजीर काम कर रहा है, आपको आगे नहीं छोड़ने के लिए, लेकिन हम यीशु मसीह के नाम से कलीसिया मिलकर ये सारे दुष्शक्ति के विरोध में हम आते हैं और उसे तोड़ते हैं. കർത്താവിന്റെ ശബ്ദം മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരുമല്ലോ. കർത്താവിന്റെ ശബ്ദം ജീവനെ കൊണ്ടുവരുമല്ലോ. കർത്താവിന്റെ ശബ്ദം ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിനകത്ത് തന്റെ പ്രിയപ്പെട്ട ജനത്തോട് ശബ്ദം ഈ പകൽ സംസാരിക്കട്ടെ. आमीन. हालेलुया. यीशु मसीह के नाम मृत्यु से भी आजाद कर सकता है. यीशु मसीह के नाम हर एक बंधन से, हर एक रुकावट से आजाद कर सकता है. इसलिए इस कलीसिया में हम यीशु के नाम को हम पुकारते हैं. കുതറി ശ്രമിക്കാൻ ആഗ്രഹിക്കണം, കുതറി ശ്രമിക്കണം, കുതറി മാറണം. आमीन. 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 एक नया जन्म आपके जीवन में शुरू हो रहा है. हालेलुया. 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 ചില ബന്ധനങ്ങളൊക്കെ പൊട്ടണമെങ്കിൽ നമ്മൾ കുതറണം. आमीन. कुछ बंधन तोड़ने के लिए आपको उछलना है. हालेलुया. हालेलुया. Praise the Lord. Praise the Lord. ഒരുപക്ഷേ മരണഭാഷങ്ങൾ എന്തെങ്കിലും നമ്മളെ എന്താ പറയുന്നത്, ഒന്ന് കുതറി, ഒന്ന് കുടഞ്ഞ്
പാമ്പുകൾ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് എന്താ ചെയ്തത്? തീയുടെ മേൽ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. आमेन കുടഞ്ഞു കളഞ്ഞു. आमेन 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 നിന്റെ കയ്യിൽ നന്മ വരാതെ മരണപാശങ്ങൾ കെട്ടിട്ടുണ്ടെങ്കിൽ കുടഞ്ഞു കളയണം അതിനെ. आमेन। जब कुछ आशीष को आपको पाना है, कुछ मृत्यु के बंधन से, रस्सी से अगर आपको आजाद पाना है, तो आपको क्या करना है? उसको मतलब धक्कारना है। देखिए पौलुस के हाथ में जब वो सांप आ गया तो वो क्या क्या ऐसा छिड़क दिया है वो सांप को, ऐसा हमें करना है। ഓ നാളുകളായി നീ സെയിം സീറ്റിലാണ്. നിനക്ക് മുൻപോട്ടോ പുറകോട്ടോ പോകാൻ പറ്റാത്ത രീതിയിൽ നീ ഒരേ പൊസിഷനിലാണ്. ചാടി എഴുന്നേൽക്കണം. आमेन। बहुत दिनों से आप एक ही जगह में हैं, आप कोशिश तो कर रहे हैं लेकिन यहाँ से वहाँ आप जा नहीं पा रहे, लेकिन वहाँ से आपको उछलना है। ഈ വചന വെളിച്ചത്തിൽ നീ ചാടി എഴുന്നേൽക്കണം. ये वचन को पाकर आपको उछलना है। ചില പാശങ്ങൾ, മരണപാശങ്ങൾ, आमेन രോഗബന്ധനങ്ങൾ, आमेन, कुछ जंजीर, मृत्यु के जंजीर, शैतान के जंजीर को आपको हाले धक्कार कर आपको वहाँ से आजाद होना है। ശബാര ധാരിയ ധാരബര. Jesus. Praise God. നീ ഇപ്പോഴും പഴയ സീറ്റിലാണ് ഇരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, നിന്റെ പപ്പ ചെയ്തതിന് അത്രയും മാത്രമേ നിനക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. आमेन। अगर आज भी अगर आप उस पुराने अगर कुर्सी में बैठे हुए हैं, उसका मतलब जो काम आपके पिताजी कर रहे थे वही काम आप भी करें, वैसा ही आपका जीवन होगा। പിതാക്കന്മാർ മുഖാന്തരം കസേര ഇതുവരെ മാറിയിട്ടില്ല. आमेन। पिता ने जो कुर्सी रखा था वो कुर्सी अभी तक बदला नहीं, उसी कुर्सी में आप बैठे होंगे അടുത്ത शायद। പകല കസേര മാറുന്ന പകല. लेकिन आज सुबह ये कुर्सी बदलने का समय है। आमेन. आग, परमेश्वर का आग, राबा खराबा परमेश्वर का आग, परमेश्वर की आग, राबा खराबा स्वीकार करें, കസേരകൾ മുഴുവൻ മാറട്ടെ. ओ आपका कुर्सी बदलने पाए യേശുവിന്റെ നാമത്തിൽ. यीशु के नाम से। വിശ്വസിക്കുന്ന പാരമ്പര്യമായ ബന്ധനങ്ങളും കെട്ടുകളും മരണവാസങ്ങളൊക്കെ ഈ പകൽ നിന്നെ നിന്റെ കുടുംബത്തെ വിട്ട് അഴിഞ്ഞു പോകട്ടെ. आमेन। आप विश्वास करें, विश्वास करें। हर एक प्रकार के मृत्यु के जंजीर, मृत्यु के जो भी रस्सियां है वो आपके जीवन से, आपके परिवार से हटने पाए यीशु के आंख के द्वारा। ആമേൻ. हालेलुया। ഒരു വീട്ടിനകത്ത് ഒരു വിധവയ്ക്ക് ഒരു ഏകമകൻ, അവനെ കുഴിയിലേക്ക് കൊണ്ടുപോവുക, ശവക്കുഴിയിലേക്ക് കൊണ്ടുപോവുക. आमेन। हालेलुया। കർത്താവിന്റെ കരം ആ മഞ്ചത്തെ തൊട്ടു. आमेन। एक घर से एक विधवा ने अपने बेटे को लेकर जा रहा था जो मर गया है, लेकिन रास्ते में यीशु ने उस जो कॉफिन बॉक्स है उसको छुआ। യേശു ആ കഫൻ ബോക്സിനെ തൊട്ടു. यीशु ने उस कॉफिन बॉक्स को छुआ। അവൻ ജീവനോടെ എഴുന്നേറ്റു. आमेन। और वो मरा हुआ बेटा वो जी उठ गया। ഇന്ന് പകൽ പല മരണത്തിന്റെ അവസ്ഥകൾ മാറാൻ പോവുകയാണ്. बोलिए आज मृत्यु के हालात बदल रहा है। ചില മഞ്ചങ്ങളെ അവൻ തൊടാൻ പോവുകയാണ്. आमेन। कुछ शरीरों को परमेश्वर छूने जा रहा है। हे थैंक यू जीसस. राबा शाखा राबा रोखा Thank राबा you, शेखेरे Jesus. बेरे बेरे राशो you, को Jesus. राबा शेखेरे बेरे। വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ചില നിമിഷങ്ങൾ विश्वास करके വിശ്വസിച്ച് प्रार्थना कीजिए, कुछ लोग विश्वास करके प्रार्थना करें। പരിശുദ്ധാത്മാവ് ഈ വഴിക്ക് പരിശുദ്ധാത്മാവ് ശക്തമായ നിയോഗം തരുന്നു. हमें पवित्र आत्मा जैसे अगुवाई करते हैं वैसे चले पवित्र आत्मा यहाँ पर अगुवाई कर रहे हैं हमें। കാലപ്പഴക്കങ്ങളായ മരണത്തിന്റെ സ്പിരിറ്റുകൾ നിന്റെ ഭവനം വിട്ടുമാറാതെങ്കിൽ, നിന്റെ ഭവനത്തിനകത്ത് ഒരു പ്രത്യേക സ്മെല്ലടിക്കുന്നെങ്കിൽ मृत्यु के आत्मा आपके परिवार से, अगर कोई भी मृत्यु की गंध भी अगर आपके परिवार है, वो भागने का समय है आज सुबह। हालेलुया। നിന്റെ പിതാക്കന്മാർ മരിച്ചതുപോലെ നീ മരിക്കുകയില്ല. आमेन। आपका पिता जैसे मरा है आप ऐसे नहीं मरेंगे। നിന്റെ മാതാവ് മരിച്ചതുപോലെ നീ മരിക്കുകയില്ല. आपकी माँ ने जैसा मरा है वैसे आप मरेंगे नहीं। ഹല്ലേലൂയ. മരണത്തിന്റെ കെട്ടുകൾ ഈ പകൽ കർത്താവ് അഴിക്കാൻ പോവുകയാണ്. आमेन। मृत्यु के उस जंजीर को परमेश्वर अभी तोड़ रहा है। मृत्यु के जंजीर को, मृत्यु के जंजीर को राबा खराबा शाराबा रो खराबा रबा रो शेरे बेरे बेरे रिखो रो शाराबा रिकेरे बेरे शेकेरे बेरे। थैंक यू जीसस। മരണം അതിന്റെ സ്പിരിറ്റ് കടന്നു വരുന്ന സ്ഥലത്ത് आमेन। मृत्यु उसकी आत्मा आने वाले उस समय
ആ സ്ഥലത്തൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും. आमीन. मृत्यु आने वाला उस स्थान में एक विशेष एक गंध है. മനുഷ്യ ശരീരത്തിന്റെ സ്മെല്ലല്ല, मनुष्य का शरीर का गंध नहीं है वो, അവിടെയുള്ള പൂവിന്റെ സ്മെല്ലല്ല, और वहाँ के हालात का गंध नहीं है. ഒരു പ്രത്യേക സ്മെല്ല്, वहाँ पर एक विशेष एक गंध है, ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ല്. ऐसा एक गंध जिसको हम पसंद नहीं ഇന്നലെ करेंगे. രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ पिछले रात जब मैं प्रार्थना कर रहा था, ഞാൻ വിചാരിച്ചു ആരോ ഞാൻ ഏറ്റവും നിങ്ങൾക്കറിയാം ഞാൻ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. और आप लोग जानते हैं कि हम जो मकान में रहते हैं सबसे ऊंचे जो मंजिल में हम रहते हैं. ഞാൻ ആ റൂമിൽ കയറി പ്രാർത്ഥിക്കാൻ കയറി. और उस कमरे के अंदर जाकर मैं प्रार्थना करना शुरू किया, എനിക്ക് സ്മെല്ല് വല്ലാതെ ഫീൽ ചെയ്യുക. और मुझे वो गंध ऐसे मेरे पास आ रहा है, ऐसा मुझे एहसास हो रहा था. ഞാൻ ചിന്തിച്ചു കർത്താവേ ഇനി ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നതാണോ? और मैंने सोचा कि प्रभु शायद कोई यहाँ पर सिगरेट मतलब कर रहे हैं, सिगरेट എനിക്ക് स्मोकिंग कर रहे മനസ്സിലായി हैं. വേറെ ആരുടെയോ സാന്നിധ്യം ആ റൂമിനകത്തുണ്ടെന്ന്. और मुझे तब पता चला किसी और का उपस्थिति उस कमरे के अंदर आ गया है बोलकर. യേശുവിന്റെ നാമത്തിൽ ഒറ്റ വാക്ക് ശ്വാസിച്ചതേ ഉള്ളൂ, നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്മെല്ല് ഡിസപ്പിയർ. यीशु के नाम से मैंने एक वाक्य में उसको डांटा और उसी समय तुरंत वो गंध भाग गया. റാബാസ്മാന ദാരിയ ദറബലബലബദിരിയ ഉദൽകബ റഗലഗറഗ ദിരിബിരി കമറഗദിരിയ റൗഷബ റഗലഗ ദിരിബിരി ഗമനഗലഗബറബ അർക്കബലബലഗബലഗ ദിരിബിരി ഗമനഗറഗദിരിയ ദറബ ഓരാബാബാ റിഖലബറ തറ തറ ഇത് നിന്നെ പിന്തുടരുന്ന ഒരു സ്മെല്ല് പോലെയാ. आमीन. हालेलुया. पीछे आने वाला एक गंध जैसे, കാരണം നിന്റെ ശരീരം അവന് ആവശ്യമുണ്ട്. क्योंकि मृत्यु को आपका शरीर का जरूरत है. നീ സമ്മതിക്കുന്നതിന് മുമ്പ് കർത്താവ് സമ്മതിക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തെ അവൻ ആവശ്യമുണ്ടെന്ന് അവൻ പറഞ്ഞു വരുന്നേ. आमीन. हालेलुया. वो നീ സമ്മതിക്കുന്നതിന് മുമ്പ്, आप अपने आप को देने से पहले, കർത്താവ് സമ്മതിക്കുന്നതിന് മുൻപ്, परमेश्वर देने से पहले നിന്റെ ശരീരം അവൻ ആവശ്യമുണ്ടെന്നുള്ള രീതിയിലാണ് അവൻ നിന്റെ റൂമിനകത്ത് കയറി വരുന്നത്. आमीन. वो मृत्यु की शक्ति वो चाहते हैं आपके शरीर को, इसीलिए वो आपके अगल बगल में आते रहते हैं. അങ്ങനെ ആവശ്യപ്പെട്ട ഒരു മനുഷ്യനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. അവന്റെ പേരാണ് ലാസർ. आमीन. ऐसे एक व्यक्ति को वो मृत्यु चाहते हैं बोलकर उस व्यक्ति को वो कब्रिस्तान में लेकर गया और उसका नाम था मतलब लाजर. യേശു ഇവിടുന്ന് വിളിച്ചു, ലാസറെ പുറത്തു വരുന്നില്ല, ലാസറേ പുറത്തു വരിക. आमीन. यीशु उस कब्र के पास जाकर ऐसा नहीं पुकार कि हे लाजर तू बाहर आ, लेकिन वहां जाकर हे लाजर तू बाहर आ ऐसा बोला. എന്തിനാ യേശു പുറക്കെ വിളിച്ചത്? आमीन. यीशु क्यों जोर से ऐसा पुकारा? ഒന്നാം പാതാളത്തിൽ ഇരുന്ന ലാസറിന്റെ ആത്മാവിനെ ദൈവം ആ ഒറ്റ വിളിക്കകത്ത് മടക്കിക്കൊണ്ടു. आमीन. पहला पाताल में रहने वाले उस लाजर को एक पुकार के द्वारा उसको वहां से उठा कर लेकर आया. നിന്റെ നന്മയെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഒറ്റ വിളിക്കകത്ത് അവൻ മടക്കിക്കൊണ്ടുവരും. आमीन. आपका भलाई जहां पर रखा हुआ है, एक पुकार के द्वारा आपके भलाई को वापस लेकर आते ഇന്ന് हैं. പകൽ ലാസറേ പുറത്തു വരിക. इस समय हे लाजर तू बाहर आ जा. നന്മകളെ പുറത്തു വരിക. हर एक भलाई तू बाहर आ जा. ആയുസ്സ് പുറത്തു വരിക. अच्छा स्वस्थ अच्छा साल बाहर आ जा. കൽപ്പിക്കാൻ തന്നെ ഇടമുണ്ടോ? आमीन. बोलने के लिए क्या आप भी तैयार है? കൽപ്പിക്കാൻ ധൈര്യമുണ്ടോ? क्या बोलने के लिए आपको साहस है? അതോ നിനക്ക് സ്വസ്ഥമായിരിക്കണോ? क्या आपको अच्छे से रहना है? ഇന്ന് പകൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉറക്കപ്പറ, ഹേ പിശാചേ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. आपके सारे नष्ट को देखकर आप बोलिए हे शैतान तू मुझे छोड़कर भाग जा. പുറത്തു വരിക. तू बाहर आ. എന്റെ വിദ്യാഭ്യാസമേ പുറത്തു വരിക. मेरी अच्छा शिक्षा तू बाहर आ जा. എന്റെ സർട്ടിഫിക്കറ്റ് പുറത്തു വരിക. मेरा सर्टिफिकेट तू बाहर आ जा. പുറത്തു വരിക. तू बाहर आ जा. ഇന്ന് കർത്താവിന്റെ ശബ്ദം എവിടെയാ? अभी परमेश्वर का आवाज कहाँ है? കർത്താവ് എവിടെയാ വസിക്കുന്നേ? परमेश्वर कहाँ वास कर रहा है? നമ്മുടെ ഉള്ളിൽ. हमारे अंदर. ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया. ഞാൻ അധരം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ആത്മാവ് കൊണ്ടാ ശുശ്രൂഷിക്കുന്നത്. आमीन. हम सिर्फ मुंह को खोलना ही पड़ेगा, लेकिन हमारे अंदर काम करने वाला सेवकाई करने वाला परमेश्वर की आत्मा ഈ है. അധരത്തെ അവൻ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. आमीन. आपके मुंह को सिर्फ ही वो इस्तेमाल कर रहा है. എന്റെ ശബ്ദം ഉയരും തോറും നിനക്ക് നഷ്ടപ്പെട്ടതിലേക്ക് മടങ്ങി വരാൻ തുടങ്ങും. आमीन. लेकिन जब आप मुंह खोलेंगे आपके जीवन में जो भी नष्ट हो चुका है वो वापस आपके जीवन में
आ जाएंगे। ഇന്ന് പകൽ അത് സംഭവിക്കാൻ പോവുകയാണ്. इस सुबह आपके जीवन में ऐसा संभव होने जा रहा है। ശബ്രസ്മാന ലതേരിയ हालेलुया ശരബര ചില നഷ്ടങ്ങളെ ഈ പകലവൻ ലാഭമാക്കാൻ പോകുന്നു. कुछ नष्ट आपके जीवन में लाभ में बदलने जा रहा है। आमेन। കാലങ്ങളായി നഷ്ടപ്പെട്ടു പോയത്, बहुत सालों से जो नष्ट हो गया आपके जीवन में, സമയത്ത് നടക്കേണ്ടതായ പല കാര്യങ്ങൾ നടക്കാതെ പോയത്, जो समय में सही समय में जो होना था जो नहीं हुआ, जो नष्ट हो चुका था, നീ ശബ്ദമുയർത്തിയാൽ അത് മടക്കി വരും. इस समय अगर आप अपने आवाज को उठाएंगे ना तो वो वापस आ जाएंगे। ശബ്ദമുയർത്തിയാൽ അത് മടങ്ങി വരും. अगर आप अपने मुख को खोलेंगे तो वो वापस आ जाएगा। विश्वास करे അത്ഭുതങ്ങൾ സംഭവിക്കും. अद्भुत काम संभव होंगे। അത്ഭുതങ്ങൾ സംഭവിക്കും. ശബ്ദമുയരുമ്പോൾ നഷ്ടപ്പെട്ടത് മടങ്ങി വരും. जो नष्ट हो गया वो वापस आ जाएगा। മരിച്ചുപോയത് മടങ്ങി വരും. ओ मुख खोलकर आप उसे മടങ്ങി വരവ് സംഭവിക്കട്ടെ. आमेन। कुछ वापस आना वो संभव हो जाए। അനാവശ്യമായി കൊണ്ടുപോയതൊക്കെ ഈ പകൽ മടങ്ങി വരട്ടെ. आमेन। जो अभी तक नहीं हुआ वो होने पाए। रीबारा शौरबा राशका राशर स्वीकार करे और स्वीकार करे। ആത്മാവിൽ റിസീവ് ചെയ്യ മക്കളെ. आत्मा में स्वीकार करे। നിന്റെ നഷ്ടങ്ങളൊക്കെ മടങ്ങി വരാൻ പോവുകയാണ്. वो आपका नष्ट हो गया वो वापस आने जा रहा है। നഷ്ടങ്ങളൊക്കെ ലാഭമാകാൻ പോവുകയാണ്. आपका नष्ट वो लाभ में बदलने जा रहा है। നഷ്ടങ്ങൾ ലാഭമാകാൻ പോവുകയാണ്. वो हर बात जो नष्ट हो गया वो लाभ होने जा रहा है। പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. प्रार्थना कीजिए, प्रार्थना ആത്മാവിൽ പ്രാർത്ഥിക്കുക. कीजिए, आत्मा में प्रार्थना ഇത് നിന്റെ करें। സൈലന്റിന്റെ സമയമല്ല. ये शांत होने का ഇത് समय നിന്റെ नहीं, സൈലന്റിന്റെ സമയമല്ല. ये चुप रहने का समय नहीं। ഇത് നീ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാണ്. आमेन। ये ശബ്ദം അത് മരണത്തെ ജയിക്കുന്ന ശബ്ദമാണ്. പ്ലീസ് ബി സീറ്റഡ്. यीशु की आवाज मृत्यु से जी उठाने वाली आवाज है। ഹല്ലേലൂയ. हालेलुया। ഈ പകലോട് വലിയ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. इस सुबह एक बड़े छुटकारा यहाँ पर हो रही है। ഇത് ഞാൻ പ്ലാൻ ചെയ്ത സെക്ഷൻ അല്ല. जैसे मैंने प्लान किया, योजना बनाया, ऐसा नहीं यहाँ पर हो रहा है। ഞാൻ ക്ലാസ് എടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു. हम सोचा कि हम जो क्लास हम ले रहे थे उसी क्लास को हम बताकर हम आगे बढ़ेंगे। കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകൾക്കെല്ലാം ടോമങ്ങളോട് ചോദിച്ചാൽ മതി. ലാസ്റ്റ് സെക്ഷൻ ആകുമ്പോഴത്തേനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൈമിഷൻ ഞങ്ങളെല്ലാം അനുഭവിച്ചു. ക്ലാസ് നിർത്താൻ പറ്റാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
आमेन। पिछले इस पूरे सप्ताह अगर आप टॉम अंकल को और आने वाले लोगों को पूछेंगे, हम अपने आप को नियंत्रण नहीं कर पा रहे थे। इस प्रकार के परमेश्वर की उपस्थिति हमारे बीच में हो रही है और वही पवित्र आत्मा हमें अभी भी अगुवाई कर रहे हैं। Praise God. प्रेज गॉड। നിങ്ങൾക്കിനി മരണവും ശവക്കുഴിയുമായിട്ടുള്ള ബന്ധമല്ല, आमेन। നിങ്ങൾക്കിനിയുള്ള ബന്ധം ജീവനുമായിട്ടാണ് ബന്ധം. अभी आपको कोई कब्रिस्तान या मृत्यु के साथ कोई रिश्ता नहीं है, लेकिन अभी आपको जीवन और यीशु के साथ रिश्ता है। Hallelujah. हालेलुया। യേശുവിന്റെ ശബ്ദം പുറപ്പെടുമ്പോൾ इसलिए यीशु का आवाज जब बाहर आते हैं, നീയും ഖബർസ്ഥാനും തമ്മിലുള്ള ബന്ധം സെപ്പറേറ്റ് ആകും. आमेन, आप और कब्रिस्तान का जो रिश्ता है वो टूट जाएंगे। Say hallelujah. बोले हालेलुया, Hallelujah. हालेलुया। കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. आमेन। यीशु मसीह जब आएंगे तो पहला चीज जो संभव होगा वो ये है, താൻ ഗംഭീരനാദത്തോടും आमेन, वो एक ऊंचे आवाज के साथ, കർത്താവെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് പകൽ आमेन, ഈ आज ഒരു അവസരത്തിൽ ഞങ്ങളിപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സഭ ആ ക്യാമറ നേരെ കരഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. आमेन, आमेन, आमेन। കർത്താവെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. शाराबाराखो शाराबारी। ഓ മരണക്കിടക്കയിലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു ജീസസ്. രോഗക്കിടക്കയിൽ കിടന്ന് മരണത്തെ നോക്കിയിരിക്കുന്ന വ്യക്തികളോട് ഇനി പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവിക അധികാരത്തോടെ കൽപ്പിക്കുന്നു, ജീവൻ പ്രാപിക്കാം. നാഡി നരമ്പുകളെ ജീവൻ പ്രാപിക്കാം. ആമേൻ. ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം. ആമേൻ. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം. ആമേൻ. സത്യവഞ്ചകളെ ജീവൻ പ്രാപിക്കാം. ആമേൻ. നരമ്പുകളെ ജീവൻ പ്രാപിക്കുക. ആമേൻ. മസ്തിഷ്കമേ ജീവൻ പ്രാപിക്കുക. आमेन, यीशु के नाम से। യേശുവിൻ നാമത്തിൽ. आमेन। ऑनलाइन में हमें देखने वाले भाई बहन को यीशु मसीह के नाम से हम प्रार्थना करते हैं, आपके जीवन में अगर कोई भी अगर मृत्यु के साथ कोई भी लगाव है, यीशु मसीह के नाम से हम कलीसिया मिलकर आपके शरीर के सारे अंगों को यीशु के नाम से हर एक प्रकार के मृत्यु के शक्ति को आपके जीवन से हम नाश करते हैं और तोड़ते हैं। यीशु मसीह के नाम से आप आजाद हो जाए। And we declare life in Jesus हम name. जीवन को घोषणा करते हैं आपके जीवन सब लोग में। मिलकर we declare life in Jesus सब लोग name. मिलकर हम यीशु के जीवन को घोषणा करते हैं आपके जीवन में। Hallelujah. हालेलुया। അതിൽ കരങ്ങളെടുത്ത് പറയാമോ ജീവൻ. हाथों को उठाकर बोलिए जीवन। മിൽക്കർ ജീവൻ. बोलिए और भी ऊंची आवाज से जीवन। हालेलुया। Praise God. രണ്ടാമത്തെ പ്രധാന ദൂതന്റെ ശബ്ദം. दूसरा जो है प्रधान दूतों की आवाज। പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിച്ച ഒരു ദുർശക്തി ഭൂമണ്ഡലത്തിലുണ്ടായിരുന്നു. आमेन। ये प्रधान दूतों की शब्द का अर्थ क्या है? जब मूसा जब मर गया था, उसके शरीर के लिए जो शैतान है और परमेश्वर के स्वर्गदूत में एक लड़ाई हो रहा था। അപ്പോൾ മീഖായേൽ ഇറങ്ങി വന്ന് उस समय मिखाएल उतर कर आया, ആ മോശയുടെ ശരീരത്തെ വെല്ലുവിളിച്ച് വാത് വിളിച്ച് ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോശയുടെ ശരീരത്തെ ഉയർപ്പിച്ചുകൊണ്ടുപോയി. आमेन। उस समय मिखाएल आकर वो लड़ाई किया, युद्ध किया और बोला है कि यीशु के नाम से हालेलुया भाग जा, ऐसा बोल करके मूसा के शरीर को ऊपर उठाया ले गया। ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പൈശാചിക മണ്ഡലം സമ്മതിക്കില്ല. आमेन। पवित्र लोगों को उठा लेकर जाने के लिए जो दुष्ट शक्ति है वो क्या करेगा? उसको रोकेगा, उसको मौका नहीं देगा उसको उठने के लिए। യേശുവിന്റെ ശബ്ദത്തിൽ ഉയർത്തെഴുന്നേറ്റു, പക്ഷെ അവരെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണ്ടേ. आमेन। यीशु की आवाज को सुनकर उन लोग तो मिट्टी से उठ गया, लेकिन अभी तो उनको मध्य आकाश में तो जाना है ना। അതിനുവേണ്ടിയാണ് ദൂതന്റെ ശബ്ദം. इसीलिए है स्वर्गदूतों की आवाज। ദൈവദാസന്മാർ പറയുന്നത് മീഖായേൽ തന്നെ ഇറങ്ങി വരികയാണ്. आमीन। प्रभु का वचन कहता है कि मिखाएल वो आता है ऊपर से, ആ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മീഖായേൽ ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. और इसीलिए आपके लिए लड़ने के लिए मिखाएल स्वर्गदूत आपके लिए उतर आ चुका തിരുവചനം है। പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ മീഖായേൽ വെളിപ്പെട്ടിട്ടുണ്ട്. आमीन। ഓ താങ്ക് യു आमीन। ജീസസ്. इस टाइम में इस जगह पर मिखाएल आपके लिए उतर आ गया है। എന്നോട് വെല്ലുവിളിക്കുന്ന ശത്രുമണ്ഡലങ്ങളെ ജയിക്കാൻ മീഖായേൽ ദൂതൻ ഇറങ്ങി വരികയാണ്. आमीन। हर एक दुष्ट शक्ति की आवाज के साथ उनके साथ लड़ने के लिए मिखाएल यहाँ पर उतर आ चुका है। മീഖായേൽ ഇറങ്ങി വരും. आमीन। मिखाएल उतर आएंगे। ആ വാദിക്കുന്ന പിശാചിനെ ശാസിക്കും. आमीन। आपको रोकने वाले उस शैतान को वो डांटेगा। Praise the Lord. प्रेज द लॉर्ड। മൂന്നാമത്തേത് तीसरा जो है ദൈവത്തിന്റെ കാഹളം. और परमेश्वर की तुरही। എന്തിനാണ് ദൈവത്തിന്റെ കാഹളം? परमेश्वर की तुरही किस लिए? പഴയ നിയമത്തിൽ 2 പ്രാവശ്യം ദൈവത്തിന്റെ കാഹളം 2 വിധത്തിൽ
ഉപയോഗിക്കുന്നുണ്ട്. आमीन. पुराने नियम में दो काम के लिए ये तुरही फूका गया था. ഒന്നാമത്തെ ഉപയോഗം पहला जो उपयोग ജനത്തെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കണം. लोगों को युद्ध के लिए तैयार करके खड़ा करना. രണ്ടാമത്തേത് दूसरा जो है ജനമെല്ലാം ഒരുമിച്ച് കൂടണം. हमें लोग एक साथ आकर इकट्ठा होने के लिए. ഹല്ലേലൂയ. हालेलुया. ഒരു കാഹളത്തിന് സമാനമാണ്. आमीन. एक तुरही का समान है. പ്രൈസ് ദി ലോർഡ്. बोले प्रेज द लॉर्ड. യുദ്ധത്തിന് ദൈവം ജനത്തെ കൂട്ടിച്ചേർക്കുകയാണ്. आमीन. युद्ध के लिए परमेश्वर हमें तैयार कर रहा है. നിങ്ങളുടെ കരങ്ങൾക്ക് ദൈവം യുദ്ധം वो അഭ്യസിപ്പിക്കുകയാണ്. आपके हाथों को उंगली को युद्ध के लिए वो तैयार कर रहा है. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. ദൈവസഭ परमेश्वर की सभा ഈ മൂന്ന് ശുശ്രൂഷകൾ മുഖാന്തരം ये तीनों सेवकाई के द्वारा ഈ ഭൂമിയിൽ നിന്ന് इस भूमि से റാഞ്ചിക്കൊണ്ടുപോകും കർത്താവ്. हमें परमेश्वर उनको लेकर जाएंगे. പ്രൈസ് ദി ലോർഡ്. बोले प्रेज द लॉर्ड. ഹല്ലേലൂയ. हालेलुया. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ചില നിമിഷങ്ങൾ आंखों പ്രാർത്ഥിക്കാം. को बंद करके आए हम कुछ समय के लिए प्रार्थना करेंगे. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. बहुत सारे बातें हैं बोलने के लिए. Our future is not in vain. हमारा भविष्य वो मतलब क्या है, वो खाली नहीं है, वो व्यर्थ नहीं है. നമ്മൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. हमारा एक अच्छा भविष्य है.